കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ വിഭാഗത്തിൽ കുട്ടികൾക്ക് മാത്രമായി അർബുദ രോഗത്തിന് ചികിത്സയ്ക്കായി ഒരു പ്രത്യേക വാർഡ്, പ്രത്യേക യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ പ്രവർത്തനം 2007 തൊട്ട് മെഡിക്കൽ കോളേജിൽ എല്ലാ പാവപ്പെട്ട രോഗികൾക്കും ലഭ്യമാണ്. ഇവിടെ വരുന്ന രോഗികൾ മുഴുവനും കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളും അതുകൂടാതെ മറ്റ് 6 ജില്ലകളിൽ നിന്നും ഉള്ള കുട്ടികളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന മിക്കവാറും രോഗികളും ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന രോഗികളാണ്. അവരുടെ ഏക ആശ്രയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രഥമമായ ഉദ്ദേശം മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട രോഗികൾക്ക് എവിടെയും കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കലാണ് നമ്മളുടെ ഉദ്ദേശം. ഇപ്പോൾ ക്യാൻസർ ചികിത്സ കേരളത്തിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അതും കുട്ടികളുടെ വിഭാഗത്തിൽ. എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഉത്കണ്ഠയും ആകാംക്ഷയുമാണ്. പക്ഷേ ഈ ആകാംക്ഷയും ഉത്കണ്ഠയും മാറ്റുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. കുട്ടികളിൽ വരുന്ന പല ക്യാൻസറുകളും പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നതാണ്. ISM നടത്തുന്ന ഈ പ്രവർത്തനം സമൂഹത്തിലും ഈ കുട്ടികൾക്കിടയിലും വലിയ സഹായമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെന്നാൽ കുട്ടികളിലെ ക്യാൻസർ ദീർഘകാല ചികിത്സ വേണ്ടി വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇതിൽ ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ 3 കൊല്ലം വരെ ചികിത്സ വേണ്ടി വരും. ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ പലതവണ കീമോതെറാപ്പി മരുന്നുകൾക്ക് വേണ്ടി വാർഡിൽ വരികയും പക്ഷേ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാതെ ഇരിക്കുകയും കീമോതെറാപ്പി എടുത്ത് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാടും നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതിനുവേണ്ടി ISM മുന്നോട്ട് വെച്ച ഈ പദ്ധതി എന്തെന്നാൽ ഹോം എവേ ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ദൂരെയുള്ളൊരു സ്വന്തം വീട് പോലെ ഒരു ഗൃഹം. ഈ ഹോം എവേ ഫ്രം ഹോം കൺസെപ്റ്റ് നല്ല ക്യാൻസർ സെൻ്ററുകളുടെ ചുറ്റും ഹോം എവേ ഫ്രം ഹോം കൺസെപ്റ്റ് വന്നു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ISM നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അവരെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല. അവർ പല മേഖലകളിലും കുട്ടികളായാലും വലിയ മുതിർന്നവരായാലും അവരുടെ മരുന്നുകളുടെ രൂപത്തിലും എല്ലാ സഹായങ്ങളും അവർ മെഡിക്കൽ കോളേജിൽ വരുന്ന എല്ലാ രോഗികൾക്കും നൽകി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങളായിട്ട് വരുന്ന കുട്ടികൾക്ക്, ഹീമോഫിലിയ കുട്ടികൾക്ക്, താലസീമിയ കുട്ടികൾക്ക് അവർ വലിയ സംഭാവനകൾ നൽകുന്നു. ഇപ്പോൾ കെയർ ഹോം പ്രൊജക്റ്റ് വരുമ്പോൾ ദീർഘകാല ചികിത്സ വേണ്ടി വരുന്ന കുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. ക്യാൻസർ ചികിത്സ പല ഘട്ടത്തിലും നടന്നു വരുന്നു. ചിലപ്പോൾ പല രോഗികളും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പലപ്പോൾ കീമോതെറാപ്പി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ വരും. ചില കുട്ടികൾക്ക് കീമോതെറാപ്പി എടുത്ത് അടുത്ത് തന്നെ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ നിൽക്കേണ്ട അവസ്ഥ വരും. ഈ മൂന്നാമത്തെ അവസ്ഥയിലാണ് ഈ കെയർ ഹോം പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവർ വീടിൽ നിന്ന് വിട്ട് താമസിക്കുന്ന ഈ രോഗികൾക്ക് വീടിൻ്റെ അതേ സൗന്ദര്യവും അതേ സംരക്ഷണവും അതേ ഭക്ഷണവും അതേ ശുചിത്വവും നൽകിക്കൊണ്ട് ഈ കുട്ടികളെ മുതിർന്നവരായാലും അവർക്ക് സംരക്ഷണം നൽകുന്നു. ഇവിടെ 300ഓളം കുട്ടികൾ പല മേഖലയിൽ നിന്നും ഈവൻ അയൽ സംസ്ഥാനത്തിൽ നിന്നും നമ്മുടെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നു. ഈ നമ്മളെ കുട്ടികളുടെ വിഭാഗത്തിൽ ക്യാൻസർ വാർഡിൽ അവർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നു. 300ൻ്റെ മുകളിൽ കുട്ടികൾ ഇപ്പോൾ നമ്മളുടെ രജിസ്ട്രിയിൽ രജിസ്റ്റേർഡാണ്. പലപ്പോഴും നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനോ സൗകര്യമില്ലാത്തൊരവസ്ഥയാണ്. അവിടെയാണ് ഈ സന്നദ്ധ സംഘടനയായ ISMവും അവരുടെ കെയർ ഹോം പ്രൊജക്റ്റും ഫോർ പീപ്പിൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന ഒരു സന്ദേശവും ഇതിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. പേര് ഡോക്ടർ മുഹമ്മദ് ഷാൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 11 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2005 തൊട്ടാണ് ഹെമറ്റോളജി പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറും കൂടിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ മലബാർ മേഖലയിൽ 4-5 ഡിസ്ട്രിക്റ്റുകളിലെ വളരെ ദരിദ്രർ, വളരെ പാവപ്പെട്ടവർ രോഗികൾ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ആസ്പത്രിയാണ്. അവിടെ ഒരുപാട് രോഗികൾ വലിയ വലിയ പ്രതീക്ഷയായിട്ടാണ് അവിടെ പലപ്പോഴും വരാറുള്ളത്. വാർഡുകൾ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ അറിയാം, അവിടെ നിറഞ്ഞ് ഒഴുകുകയാണുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 3500ഓളം പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവിധ രോഗങ്ങളും നമ്മൾ കാണാറുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള രോഗങ്ങൾ തൊട്ട് വളരെ കോമൺ ആയിട്ടുള്ള അക്യൂട്ട് ലുക്കീമിയ, അക്യൂട്ട് മൈലോയ്ഡ് ലുക്കീമിയ, അക്യൂട്ട് ലിംഫാറ്റിക് ലുക്കീമിയ എന്നിവ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മുമ്പ് 2005-6 നമ്മൾ മാസത്തിലൊരു ലുക്കീമിയ കാണുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഓരോ ആഴ്ച തോറും 1-2 പുതിയ കേസുകൾ കാണാറുണ്ട്. ക്യാൻസറുകൾ വളരെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വാർഡുകൾ മെയിൽ ICU വാർഡ് 2 ഏകദേശം 12 ബെഡ് ഉണ്ടാവും. അവിടെ നമ്മൾ ഏകദേശം എപ്പോഴും ഒരു 2-3 ഇരട്ടി രോഗികൾ ഉണ്ടാവാറുണ്ട്. 30-40 പേഷ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വാർഡ് 31 ഫീമെയിൽ ICU, അവിടെയും ഏകദേശം നമ്മൾക്കുള്ളത് 12 ബെഡ്. അവിടെയും 30-40 രോഗികൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ശനിയാഴ്ചത്തെ OP ഏകദേശം 100ഓളം പേഷ്യൻസ് വരാറുണ്ട്. നമ്മൾ ബ്ലഡ് സംബന്ധമായുള്ള എല്ലാ ലുക്കീമിയും ലിംഫോമിയും ചികിത്സിക്കുകയാണെങ്കിൽ മറ്റു സോളിഡ് ട്യൂമേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ എന്നിവ ചികിത്സിക്കുന്നത് റേഡിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റാണ്. കുട്ടികളുടെ ലുക്കീമിയൊക്കെ ചികിത്സിക്കുന്നത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും. അവർക്ക് നമ്മളെക്കാട്ടി 3-4 ഇരട്ടി രോഗികളാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് അവിടെ വരാറുള്ളത്. നമ്മുടെ രോഗികൾക്ക് പലപ്പോഴും വരാന്തയിൽ കിടന്നാണ് ചികിത്സിക്കേണ്ട അവസ്ഥ വരാറുള്ളത്. വല്ലാത്തൊരു വശമാണ്. നമ്മുടെ പ്രായമേറിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളത് ബാപ്പാപ്പന്മാർ, ഉപ്പാപ്പന്മാർ, ഉമ്മാമ്മമാർ, അത്രയും പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർ നിലത്ത് കടന്ന് ചികിത്സിക്കേണ്ടി വരുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. പലപ്പോഴും നമ്മുടെ വാർഡുകളിൽ AC ഉണ്ടാവാറില്ല, ഫാൻ പ്രവർത്തിക്കാറില്ല. അത് നന്നാക്കി കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. 70-100 പേരുള്ള ഒരു വാർഡുകൾക്ക് 2-3 ബാത്റൂമുകൾ മാത്രം. വല്ലാത്തൊരവസ്ഥയാണ്. ഒരു ബെഡിൽ 2 ലുക്കീമിയ രോഗികളെ കിടത്തി കീമോ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ പലപ്പോഴും വരാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. സൂറത്തുൽ ഇബ്രാഹിമിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്, എനിക്കും നിങ്ങൾക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരില്ല. അത്രമാത്രം അനുഗ്രഹീതരാണ് നാം ഓരോരുത്തരും. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കോളേജുകൾ സന്ദർശിച്ചാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഈ പാവപ്പെട്ട രോഗികൾ വളരെ ദരിദ്രർ, വളരെ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന രോഗികളെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും റഹ്മാനായ റബ്ബ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. റഹ്മാനായ റബ്ബ് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റും. തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നമ്മൾ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ പരലോകത്ത് ആരോരും സഹായമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് മാറ്റും. നമ്മൾ ഒരാൾക്ക് സമാധാനം നൽകാൻ പറ്റുവാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് സമാധാനം നൽകും. ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റിയാൽ, ഒരാളെ സമാധാനിപ്പിക്കാൻ പറ്റിയാൽ, ഒരാളെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും സഹായിക്കും. നമ്മൾ പലപ്പോഴും കേട്ടൊരു പ്രസിദ്ധമായ ഹദീസാണ്, യർഹമു മംഫിൽ അർള് യർഹമക്കും മംഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത് പലപ്പോഴും നമ്മൾ കേട്ട ഒരു പ്രസിദ്ധമായ ഹദീസാണ്. എന്നാൽ വേറൊരു പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് അല്ലാഹു സുബ്ഹാനഹു തആല കരുണ കാണിക്കുകയില്ല. ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾക്കറിയാം, ഒരു സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ ഒരു അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തരുന്നുണ്ട്, വമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമീഅ. ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ മനുഷ്യ സമുദായത്തിനെ മൊത്തം രക്ഷിക്കുന്ന പോലെയാണ്. ഈ ജനങ്ങളുടെ പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ISM മെഡിക്കൽ എയ്ഡ് സെൻറ്റർ അഥവാ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇങ്ങനത്തെ ഒരു പദ്ധതിയായിട്ട്, കെയർ ഹോം പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ഓർത്തു പോകുന്നത് 2-3 അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 15 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി ചികിത്സിച്ച് ഭേദമായിട്ട് വരുമായിരുന്നു.
ചികിത്സിച്ച് ഭേദമായിട്ട് വരുമ്പോൾ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വെള്ളം ലീക്കായി ICUവിലേക്ക് വന്ന് അതിന് 2 ദിവസത്തിന് ശേഷം ആ പെൺകുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു. ആ പെൺകുട്ടി മരണപ്പെട്ടു. ഇന്നാലില്ല. മരണപ്പെട്ട് 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറയും, ഡോക്ടറെ, അന്ന് ബാത്റൂമിലെ വെള്ളം അങ്ങോട്ട് വന്നതുകൊണ്ടാണല്ലോ എൻ്റെ മോൾ നഷ്ടപ്പെട്ടു പോയത്. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു അനുഭവം, നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ അനിയൻ, അദ്ദേഹത്തിന് ലുക്കീമിയ. നമ്മൾ കീമോ കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നരാടുണ്ടാവും, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഉണ്ടാവും. പല റെജിമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഈ കീമോ കൊടുക്കുന്നിടക്ക് അദ്ദേഹത്തിന് വീട്ടിൽ പോകണം, അവിടെ കിടക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ വിടാറില്ല. പക്ഷെ എന്തോ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ ശരി വീട്ടിൽ പോയിട്ട് വന്നോളൂ. വരുമ്പോഴത്തേക്ക് ഇൻഫെക്ഷനായിട്ട് അദ്ദേഹം ഫുൾ ബ്ലോൺ ഇൻഫെക്ഷനായി സെപ്സിസായിട്ട് മരിക്കുകയായിരുന്നു. ഈ അടുത്ത് മാധ്യമത്തിലൊരു ന്യൂസ് വന്നു. ഏക മകൾ മരിച്ച ദുഃഖത്തിൽ അച്ഛനും അമ്മയും ഓണപ്പുടവയെടുത്ത് തൂങ്ങി മരിച്ചു. എന്നെ വല്ലാത്ത വിഷമിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇവർ രണ്ടുപേർക്കും ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായ ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്കും ലുക്കീമിയ വന്നു. അവസാനം ഇൻഫെക്ഷൻ വന്നിട്ട് അവിടുന്ന് മരിക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടി പറയുന്നത് വെച്ചാൽ, കേരളത്തിൽ പ്രത്യേകിച്ചും സർക്കാർ ആസ്പത്രി, 2 ആസ്പത്രിയാണ് ലുക്കീമിയകൾ ചികിത്സിക്കുന്നത്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മറ്റത് RCC ആണ്. RCCയിൽ എന്തുകൊണ്ട് നമ്മൾ അവിടെ ക്യൂർ റേറ്റ് കൂടുന്നത് വെച്ചാൽ, അവിടെ ഇൻഫെക്ഷൻ്റെ സാധ്യത വളരെ വളരെ കുറവാണ്. അവിടെ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് വെച്ചാൽ, അവർ കീമോ കൊടുത്ത് അവർ തൊട്ടടുത്ത ലോഡ്ജുകളിലെ രോഗികളയക്കും. അവിടെ രോഗി സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ കുടുംബത്തോടെ അവിടെ നിൽക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും, ഇൻഫെക്ഷൻ്റെ സാധ്യത വളരെ കുറയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഈ ഒരു കെയർ ഹോം പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത്. അവരുടെ നിഷ്കളങ്കമായ പ്രവർത്തനം, ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ നിഷ്കളങ്കമായ പ്രവർത്തനം, അവരുടെ ആത്മാർത്ഥത കൊണ്ട് അവർ എടുത്ത എല്ലാ പദ്ധതികളും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അതെപ്പോഴും നല്ല ഭംഗിയായിട്ട് അവസാനിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പദ്ധതിയും ഈ ഒരു കെയർ ഹോം പദ്ധതിയും നല്ല ഭംഗിയായിട്ട് അവസാനിപ്പിക്കുമാറാകട്ടെ. ഈ കെയർ ഹോമിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഷെൽട്ടർ ഹോം. അത് പ്രത്യേകിച്ചും കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും. അവർക്ക് മരുന്നുകൾ അടിക്കടി എടുക്കേണ്ടി വരും. അതിനിടയിൽ ചിലപ്പോൾ 1-2 ദിവസം മരുന്നില്ലാത്ത ദിവസങ്ങളുണ്ടാവും. ഈ അവസരത്തിൽ അവർക്ക് ഒരു താമസിക്കാൻ താത്കാലികമായ ഒരു ഷെൽട്ടർ ഹോമാണ് ഈ കെയർ ഹോമിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്ത് നേടും എന്ന് ചോദിച്ചാൽ, അവർക്ക് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് മാറിക്കിട്ടും. നമ്മൾക്കറിയാം, ഒരു കീമോ മരുന്ന് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഛർദി ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും. ഈ ഒരു അവസരത്തിൽ അവർക്കൊരു വലിയൊരു യാത്രയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തത്, അവർക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ആശ്വാസം കിട്ടും. സ്വന്തം ഉമ്മ, സ്വന്തം മകൾ, സ്വന്തം ഭാര്യ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു റൂമിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ചികിത്സയും കൂടി അത് ഒരു വൻ വിജയമായിട്ട് മാറും. മൂന്നാമത്തത്, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ട് മാറ്റിക്കിട്ടും. പലപ്പോഴും രോഗികൾ പറയാറുള്ളത്, ഡോക്ടറെ 5000 രൂപ 10000 രൂപ വേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാറിൽ യാത്ര ചെയ്ത് വരാൻ, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാം. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ്, ഒരു ലോഡ്ജ് സംവിധാനം, ഡോർമെറ്ററി അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. മൂന്നാമത്തത്, അവർക്ക് കൊടുക്കാൻ പറ്റിയത് കൗൺസിലിംഗ്. ഈ രോഗികൾ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീ ഭക്ഷണം, ഫ്രീ മരുന്നുകൾ, അതുപോലെ തന്നെ ഗൈഡൻസ് സെൻറ്റർ. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നൊരു മേഖലയാണ് നമ്മുടെ പ്രൊഫഷൻ. അവിടെ കൃത്യമായിട്ട് രോഗികൾക്ക് ഇന്ന് ഡോക്ടറെ കാണും, ഇന്ന് ചികിത്സ എടുക്കണം, ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഗൈഡൻസ് സെൻറ്റർ. നാലാമത്തത്, അവയർനെസ് ക്യാമ്പയിൻ. പലപ്പോഴും രോഗത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ നല്ല ആരോഗ്യം എങ്ങനെ നേടിയെടുക്കാം എന്ന് ബൈസ്റ്റാൻഡർ, മറ്റുള്ളവരെ നമ്മൾക്ക് അവയർനെസ് നടത്താൻ പറ്റും. അവസാനമായിട്ട് കെയർ ഹോമിൻ്റെ ഭാഗമാണ് സ്റ്റുഡൻസ് ഹോം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യാൻ വരുന്ന എല്ലാ MBBS, BDS, ഫാർമസി എല്ലാ സ്റ്റുഡൻസിനും ആദ്യ കാലഘട്ടത്തിൽ അവിടെ താമസിക്കാൻ പലപ്പോഴും ഹോസ്റ്റൽ സൗകര്യം ചിലപ്പോൾ ഉണ്ടാവാറില്ല. അങ്ങനത്തെ അവസരത്തിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടം. ഇതോടെ ഒരു വലിയൊരു അനുഗ്രഹം എന്താ വെച്ചാൽ, കുട്ടികളെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് നല്ലൊരു സാമൂഹ്യ ബോധമുള്ള ഒരു സോഷ്യൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ വാർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ MBBS എന്ന് പറയുന്നത് ബി മണി ഓറിയൻറ്റഡ് ബൈ സ്പെഷ്യലൈസേഷൻ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബി മോറൽ ആൻഡ് ബി സർവീസ് മൈൻഡഡ്. തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഡോക്ടറായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കെയർ ഹോം ഇൻഷാ അല്ലാഹ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് അവിടെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ലൈറ്റ് ഹൗസ്, ഒരുപാട് വെളിച്ചം പ്രകാശം നൽകുന്ന ഒരു മുനവ്വറ, ഒരു മദീനത്തുൽ മുനവ്വറ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് ഇത് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും മാറും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ,
അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സിന് കെയർ ഹോം മെഡിക്കൽ കോളേജിൻ്റെ ഒരു 600 മീറ്റർ ഏകദേശം പേവാടിന് അങ്ങോട്ട് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് 30 സെൻറ്റ് ഭൂമി അവർ രജിസ്റ്റർ ചെയ്തു. അൽഹംദുലില്ലാ 1.5 കോടി രൂപയായി. അള്ളാഹു സുബ്ഹാനഹു അതിന് 1.5 കോടിക്ക് നൽകി എല്ലാവർക്കും ഒരുപാട് നിഅമത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഘട്ടമായിട്ട് അവർക്കൊരു ബിൽഡിംഗ് പ്ലാൻ കോർപ്പറേഷനിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും. റഹ്മാൻ റബ്ബ് അവർക്കൊക്കെ തക്കമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവസാനം ഇപ്പോൾ ഇനി 3ാമത്തെ ഘട്ടത്തിൽ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അതിനൊരു 8.5 തൊട്ട് 9 കോടിയാണ് അവർ എസ്റ്റിമേറ്റ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകണോ? തീർച്ചയായിട്ടും സഹോദരന്മാർ, ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാവും എനിക്കും നിങ്ങൾക്കും. ഇതൊരു സദഖത്തുൽ ജാരിയാവും. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഖബറിൽ കിടക്കുമ്പോൾ ഇത് അവിടെ അനുഭവിക്കുന്ന ആശ്വാസം, അവിടെ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന സമാധാനം, അവിടെ നിന്ന് ജനങ്ങൾ ചെയ്യുന്ന സുജൂദ്, അതിൻ്റെ എല്ലാം പ്രതിഫലം തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഖബറിലും പരലോകത്തെത്തും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ദ്വാരക്കുക. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഭംഗിയായി ഇത് അവസാനിക്കട്ടെ എന്ന് ദ്വാരക്കാം. എത്രയും പെട്ടെന്ന് ഈ ഒരു കെട്ടിടം ഉണ്ടാവട്ടെ എന്ന് ദ്വാരക്കാം. നിങ്ങൾ മനസ്സറിഞ്ഞ് ക്വാളിറ്റിയാണ് പ്രാധാന്യം. നമ്മൾ മനസ്സിലാക്കണം, ക്വാണ്ടിറ്റീൻ്റെ കാട്ടി 1 ലക്ഷമുള്ള മനുഷ്യൻ ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 10%. എന്നാൽ 1 കോടിയുള്ള മനുഷ്യൻ 1 ലക്ഷം കൊടുത്താൽ 1% ആവുന്നുള്ളൂ. റഹ്മാനായ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, ക്വാളിറ്റിയിലേക്കാണ് നോക്കുന്നത്. അഹ്സനു അമല, ഏറ്റവും നല്ല വിധത്തിലുള്ള ക്വാളിറ്റിയായിട്ട് നമ്മൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളിതൊരു സദഖത്തുൽ ജാരിയായിട്ട് നമ്മൾക്ക് പറ്റുന്ന സംഭാവന നൽകി ഇത് എത്രയും പെട്ടെന്നൊരു വൻ വിജയമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധം പരീക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.